എന്താ അമ്മേ, നമ്മുടെ ഗീസർ ഇതുവരെ ശരിയാക്കിയില്ലേ? ആ മോളെ, ഞാൻ പറയാൻ മറന്നു. മേസ്ത്രി വന്നിട്ട് പറഞ്ഞു അതിന് ഒരുപാട് ചിലവാകുമെന്ന്. ഇത് ശരിയാക്കുന്ന പൈസയുണ്ടെങ്കിൽ പുതിയത് വാങ്ങാമെന്ന്. ശരി, എന്നാ പുതിയത് വാങ്ങിച്ചൂടെ? ആ, എങ്ങനെയാ മോളെ, വീട്ടിലെ അവസ്ഥ നിനക്കറിയില്ലേ? നിന്റെ അച്ഛന്റെ പെൻഷനിലാണ് വീട് നോക്കുന്നത് തന്നെ. ഗീസർ വാങ്ങുന്നത് പോയിട്ട് ഇവിടെ 4 റൊട്ടി തിന്നാൻ തന്നെ പാടുപെടുകയാ. എന്താ അമ്മേ, ഇത്ര തണുപ്പിൽ ഞാൻ എങ്ങനെ കുളിക്കാനാണ്? നീ വിഷമിക്കണ്ട, ഞാൻ ഗ്യാസ് അടുപ്പിൽ വെള്ളം ചൂടാക്കി തരാം. അമ്മ രാജ്മതിയുടെ വാക്കുകൾ കേട്ട് ശുഭാംഗി ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ, അമ്മേ, നമ്മുടെ ഈ മിക്സിക്ക് എത്ര പഴക്കമുണ്ട്? അത് കുറഞ്ഞത് 12 വർഷമെങ്കിലും ആയി കാണും. ആ, അതൊന്ന് മാറ്റി വാങ്ങിക്കൂടെ അമ്മേ? എത്ര നാളിതിട്ട് ഓടിക്കും? മിണ്ടാതിരിക്കുക, അത് നന്നായിട്ടാ ഓടുന്നത്. ഞാൻ ഇതിലെന്താ പാറ വല്ലതും പൊട്ടിക്കുന്നുണ്ടോ? നീ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ട കേട്ടല്ലോ. നിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ, നമുക്കപ്പ കാണാം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ എത്ര പുതിയ സാധനങ്ങളാ ഉള്ളതെന്ന്. ഹാ നോക്കാം. നിങ്ങളെല്ലാവരും എന്റെ വീട്ടിൽ വരില്ലേ? നോക്ക്, എല്ലാം നല്ല ടിപ്പ് ടോപ്പായിട്ട് കാണാം. അവിടെ കുളിക്കാനുള്ള ഗീസർ കേടാവുകയുമില്ല, മിക്സിയും കേടാവില്ല, പോകാൻ മോട്ടോർ സൈക്കിളും കേടാവില്ല. ഇപ്പോ മോട്ടോർ സൈക്കിൾ എവിടെ നിന്നാ വന്നത്? നിന്റെ അച്ഛന്റെ മോട്ടോർ സൈക്കിൾ വളരെ നന്നായിട്ടാണല്ലോ ഓടുന്നത്. അതും നിങ്ങളെ പോലെയൊക്കെ തന്നെ പഴയതായല്ലോ. നോക്കിക്കോ, ഒരു ദിവസം അതേ നിങ്ങളെ പണി മുടക്കിക്കോളും. കരിനാക്ക് വെച്ച് ഓരോന്ന് പറയാതെ. ശിവാംഗി അവരുടെ ഏക മകളായിരുന്നു. സ്വഭാവം കൊണ്ട് കുറച്ച് മടിച്ചിയുമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ്, ശുഭാംഗി, മോളെ ശുഭാംഗി. അമ്മ പറയ്. എടുത്തോ, നിനക്ക് വേണ്ടി പുതിയ ഗീസർ. എത്രയാന്ന് വെച്ചാ കുളിച്ചോ. അത് നന്നായി. പുതിയ മിക്സി വന്നോ? നീ ഇപ്പോൾ അടി വാങ്ങിക്കും. പിന്നെ അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. ശുഭാംഗിയുടെ കല്യാണം കിഷൻ എന്ന പേരുള്ള ഒരാളുടെ ഒപ്പം നടന്നു. അന്ന്, ശിവാംഗി, ഞാൻ പറയുന്നത് സൂക്ഷിച്ചു കേൾക്ക്. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നല്ലവരാണ്. ചെറുക്കന് നല്ല ജോലിയുണ്ട്, നഗരത്തിലൊരു വീടുണ്ട്, നന്നായി സമ്പാദിക്കുന്നുമുണ്ട്. നിനക്ക് നല്ല വിധിയാണ് മോളെ. എടി, നീ മാളികയിലേക്കാ പോകുന്നത്. അവിടെ ഒരു കുറവും വരില്ല, ജോലിക്കാർ വരെയുണ്ട്. വലിയ വണ്ടി, വാഷിംഗ് മെഷീൻ, ഗീസർ, വേണ്ടതെല്ലാം അവിടെയുണ്ട്. അതേ അമ്മേ, എനിക്ക് സന്തോഷമായി. എന്നാൽ ഇത്രയും സൗകര്യങ്ങളിൽ ഞാൻ എങ്ങനെ ജീവിക്കും? നിനക്ക് കുറച്ചായി ശീലമായിക്കോളും. ശുഭാംഗി കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അവൾ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റിയില്ല. അവരുടെ വീട് എങ്ങനെയുണ്ടായിരുന്നെന്നാൽ വർഷങ്ങളായി പെയിന്റ് പോലും അടിച്ചിട്ടില്ല. വീടെന്നതിലുപരി അതൊരു പ്രേത വീട് പോലെ ഉണ്ടായിരുന്നു. പാവം ശുഭാംഗി മിണ്ടാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ ഇരുട്ടായിരുന്നു. വാ മോളെ, ഇന്നു മുതൽ ഇത് നിന്റെ വീടാണ്. വാ മോളെ, അകത്ത് വാ. സൂക്ഷിച്ചു വരണേ മോളെ, ലൈറ്റ് ഇല്ല. പക്ഷേ അമ്മേ, ഇൻവെർട്ടർ എവിടെ? ഇൻവെർട്ടറിന്റെ ബാറ്ററി നിന്റെ അമ്മാവൻ കൊണ്ടുപോയി. അത് 15 കിലോ തൂക്കമുണ്ടത്രേ. അതുകൊണ്ട് വിൽക്കാനായി കൊണ്ടുപോയതാ. അതെന്തായാലും കേടായതല്ലേ. ബാറ്ററി കൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരമുണ്ടാവട്ടെന്ന് വിചാരിച്ചു. അല്ലേ? തന്റെ അമ്മായിയമ്മ ലീലാവതി പറയുന്നത് കേട്ട് അവളുടെ മുഖം തന്നെ വാടിപ്പോയി. ലീലാവതി അവളുടെ കൈകൾ പിടിച്ച് മുറി വരെ കൊണ്ടുവിട്ടു. കണ്ണു കാണാതെ ശുഭാംഗി ആ ഇരുട്ടിലൂടെ നടന്നു. പെട്ടെന്ന് അവളുടെ തല ഇളകിക്കിടന്ന വാതിലിൽ പോയി ഇടിച്ചു. ഓഹോ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു കിഷൻ ഈ വാതിലൊന്ന് ശരിയാക്കാൻ. നീ അതനുസരിച്ചതേയില്ല. അമ്മേ, അത് 6 മാസമായി പൊട്ടിപ്പോയിട്ട്. പക്ഷേ അമ്മ എപ്പോഴാ എന്നോട് പറഞ്ഞത്? മിണ്ടരുത്, ഒരുപാട് സംസാരിക്കണ്ട. മോള് പതുക്കെ വാ. ശരി അമ്മേ. ശുഭാംഗി അവളുടെ മുറി ശ്രദ്ധിച്ചു നോക്കി. ആദ്യ രാത്രിക്കുള്ള മുറിയിൽ അലങ്കാരമെന്ന ചിന്തയിൽ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ പാത്രം വെച്ചിരിക്കുന്നു. ബെഡിന് താഴെയായി ഒരു ഷീറ്റും കിടക്കുന്നു. അയ്യോ, ഈ ഷീറ്റ് ഇവിടെ ആരോ അറിയാതെ ഇട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ മടക്കി വെച്ചേക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഈ വാതിലിങ്ങനെ തുറന്നു കിടന്നു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? കിഷൻ തന്റെ സർവശക്തി ഉപയോഗിച്ച് ആ വാതിൽ പൂട്ടി. ഇത് കണ്ട് ശുഭാംഗിക്ക് സമാധാനമായി. എന്നാൽ പ്രശ്നമിതായിരുന്നു, അവിടെ അറിയാതെ പൂട്ട് അടഞ്ഞുപോയി. ഇത്രയും പെട്ടെന്ന് മുറി പൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തു പറയും? രണ്ടുപേരും ആ വാതിൽ തുറക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ അത് തുറക്കാൻ പറ്റിയില്ല. രണ്ടുപേരും ക്ഷീണിച്ച് ബെഡിൽ പോയി ഇരുന്നു. അവർ എപ്പോൾ ഇരുന്നോ ആ ബെഡ് പൊട്ടി. അവർ രണ്ടുപേരും താഴേക്ക് വീണു. അയ്യോ, അവിടെ എന്താ? അമ്മേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. കിടക്ക പൊട്ടിയോ കിഷൻ? വിഷമിക്കണ്ട. താഴെ ഞാനൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതെടുത്ത് വിരിച്ചോ. അതിന്റെ മുകളിൽ വേറൊരു ഷീറ്റിട്. ഓഹോ, അതുകൊണ്ടാണ് അമ്മ തറയിൽ ആ ഷീറ്റ് വിരിച്ചിരുന്നത്. കണ്ടോ, എന്റെ അമ്മയ്ക്ക് എന്ത് ബുദ്ധിയാണെന്ന് ശിവാംഗി. ശുഭാംഗി ദേഷ്യത്തോടെ കിഷനെ നോക്കി. പാതിരാത്രിയിൽ അവൾക്ക് ദാഹിച്ചപ്പോൾ മിണ്ടാതെ എഴുന്നേറ്റ് വെള്ളമെടുക്കാൻ ഫ്രിഡ്ജ് നോക്കി. അവൾ മൊബൈലിന്റെ വെളിച്ചത്തിൽ ഫ്രിഡ്ജ് തുറന്നു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവൾ അതിനുള്ളിൽ കണ്ടു. അതിന്റെ ഉള്ളിൽ ബിസ്ക്കറ്റ്, പഞ്ചസാര, പിന്നെ ഉപ്പുമിരിക്കുന്നു. ദൈവമേ, ഇതെന്താ? എന്തു പറ്റി മോളെ? എന്തുവാ നീ തേടുന്നത്? അമ്മേ, വെള്ളം. വെള്ളം ആണോ? അത് താഴെ വെച്ചിട്ടുണ്ടല്ലോ.
ഈ ഫ്രിഡ്ജ് കേടായതാണ്. ഇതിൽ ബിസ്ക്കറ്റും പഞ്ചസാരയും ഉപ്പുമാ വെക്കാറ്. ഇതിൽ ഉറുമ്പ് കയറില്ലല്ലോ, അതുകൊണ്ടാണ് വെക്കുന്നത്. ശുഭാംഗിയുടെ ബോധം പോകാറായി. അവൾ മിണ്ടാതെ തന്റെ മുറിയിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്സാഹവുമില്ല, ആഗ്രഹവുമില്ല. അടുത്ത ദിവസം, അമ്മേ ഈ ഗ്യാസ് വരുന്നില്ലല്ലോ. അയ്യോ, ആ സിലിണ്ടർ തീർന്നു പോയതാ. നീ ചായ അടുപ്പിലുണ്ടാക്ക്. അടുപ്പിലുണ്ടാക്കിയാൽ ചായക്ക് നല്ല സ്വാദായിരിക്കും, അല്ലേ കിഷൻ? അതെ അമ്മേ, ദിവസവും അങ്ങനെയല്ലേ കുടിക്കുന്നത്. അങ്ങനെ ശുഭാംഗി അടുപ്പിൽ ചായ ഉണ്ടാക്കി. അവൾ കുളിക്കാനായി പോയപ്പോൾ ബാത്റൂമിൽ നിന്നും ശബ്ദം വന്നു. അമ്മേ, ഈ ഗീസർ എങ്ങനെ ഓണാക്കുന്നത്? അയ്യോ അയ്യോ, അത് ഗീസറല്ല, ഗീസറിന്റെ പുറം മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്താണ് ഷാമ്പുവും സോപ്പും എല്ലാം വെക്കുന്നത്. കതകിന്റെ പുറകിൽ നോക്ക്, അവിടെ വെള്ളം ചൂടാക്കാനായി ഇരുമ്പ് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് അത് വെള്ളത്തിലിട്. പെട്ടെന്ന് വെള്ളം തിളച്ചു വന്നോളും. ശുഭാംഗി എങ്ങനെയൊക്കെയോ കുളി കഴിഞ്ഞ് വെളിയിൽ വന്ന് തന്റെ അമ്മായിയമ്മയോട് പതുക്കെ ചോദിച്ചു. അമ്മേ, വാഷിംഗ് മെഷീൻ എവിടെ? തുണിയിടാനായിരുന്നു. മോളെ, എന്തിനാ 3-4 തുണികൾക്ക് വാഷിംഗ് മെഷീൻ? ബാത്റൂമിൽ കൈകൊണ്ട് കഴുക്. ശരി, സോപ്പ് പൊടി എവിടെമ്മേ? അവിടെ നോക്കൂ, വാഷിംഗ് മെഷീൻ ഇല്ലേ അവിടെ? അതിന്റെ വാതിൽ തുറക്ക്, അതിലുണ്ട് സോപ്പ് പൊടിയും ബ്രഷും എല്ലാം. നോക്കു മോളെ. മോളെ, അതിൽ പാത്രം കഴുകാനുള്ള ഒരു സോപ്പും കൂടി വെച്ചേക്ക്, തീരാറായി. ശുഭാംഗിക്ക് അവിടെ നടക്കുന്നതെല്ലാം കണ്ട് ഒരുപാട് ദേഷ്യം വന്നു. അവൾക്ക് പെട്ടെന്ന് തന്റെ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു. ഒരു കുഴപ്പവുമില്ല, പെട്ടെന്നെല്ലാം ശീലമാകും. തന്റെ അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്ന് അവൾ തലക്കടിച്ച് അവിടെ നിന്നും പോയി. അതിനുശേഷം ശുഭാംഗിക്ക് പതുക്കെ പതുക്കെ അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കേടായി പോകുമ്പോൾ കിഷൻ അത് 1-2 ദിവസത്തേക്ക് ശരിയാക്കി വെക്കും. അങ്ങനെ ഒരിക്കൽ, അമ്മേ, അമ്മയ്ക്ക് തോന്നുന്നില്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന്? അയ്യോ, നീ എന്ത് വർത്തമാനമാ പറയുന്നത്? എല്ലാം നന്നായിട്ടുണ്ടല്ലോ, എന്താ കുഴപ്പം? ഇതിന്റെയൊക്കെ ആവശ്യം ഇത്രയേ ഉള്ളൂ. നോക്കുമോളെ, എപ്പോഴും പൈസ സൂക്ഷിച്ചുപയോഗിക്കണം. ആവശ്യത്തിന് നോക്കുമ്പോൾ പിന്നെ കാണില്ല. ശുഭാംഗിക്ക് മനസ്സിലായി അവിടെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. മറുവശത്ത് ലീലാവതി കേടായ സാധനങ്ങൾ ശരിയാക്കാതെ പൈസ ലാഭിക്കാൻ നോക്കുമ്പോൾ വേറെന്തോ സംഭവിക്കാൻ പോകുകയായിരുന്നു. ഒരിക്കൽ ലീലാവതി വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ പഴയ ഫോണിൽ ആരുടെയോ കൂടെ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫോൺ അവളുടെ കയ്യിൽ നിന്നും ബക്കറ്റിലേക്ക് വീണു. ഫോൺ എടുക്കാനുള്ള തിടുക്കത്തിൽ ലീലാവതി കറണ്ടുള്ള ഇരുമ്പിൽ കയറി പിടിച്ചു. അയ്യോ, ഓടി വരണേ, അമ്മയ്ക്ക് കറണ്ട് അടിക്കുന്നേ! ശിവാംഗി അലറുന്നത് കേട്ട് കിഷൻ വേഗം വന്ന് തന്റെ അമ്മയെ എടുത്ത് മുറിയിലേക്ക് നടന്നു. നോക്കമ്മേ, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. അമ്മയെ ഞാൻ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കിഷൻ വേഗം അമ്മയെ വാതിൽക്കൽ ഇരുത്തി തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, കിഷാന്റെ ബൈക്ക് ഓണാകുന്നതേയില്ല. പിന്നെ ലീലാവതിയും ശുഭാംഗിയും ചേർന്ന് ബൈക്ക് തള്ളാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവർ ഹോസ്പിറ്റലിലും എത്തി. എന്തായി? ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമില്ല, പറഞ്ഞത് ചെറിയ മുറിവേ ഉള്ളെന്നാ. കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യണം. പിന്നെ 1 ലക്ഷം രൂപയും ഉണ്ടാക്കണം. എന്താ 1 ലക്ഷമോ? ഇതെന്ത് ആശുപത്രിയാ? നോക്കമ്മേ, വില കുറഞ്ഞ സാധനങ്ങൾ തന്നില്ലേ പണി. രമേശ് തന്റെ സൈക്കിൾ കൈകൊണ്ട് തള്ളിക്കൊണ്ടേ പോയി. കല്യാണം കല്യാണം, ഇന്നെൻ്റെ സുഹൃത്തിൻ്റെ കല്യാണം. എല്ലാവരും സന്തോഷിക്കുക, എൻ്റെ ദരിദ്രനായ ചങ്ങാതിയുടെ കല്യാണം. പെൺകുട്ടിയും ദരിദ്രയായിരുന്നു. അവളുടെ വീട് ഒരു ഓലക്കുടിലായിരുന്നു. അവിടെ കല്യാണവും കഴിഞ്ഞു. അടുത്ത രാവിലെ രമേശ് തന്റെ ഭാര്യ മമതയെ സൈക്കിളിന്റെ മുൻപിലുള്ള കമ്പിയിലിരുത്തി തന്റെ വീട്ടിലേക്ക് പോയി. മമത അപ്പോൾ ചോദിച്ചു, രമേശ് ചേട്ടാ, ഈ വഴി സ്റ്റേഷനിലേക്കുള്ളതാണല്ലോ. ചേട്ടന്റെ വീട് ഇവിടെ നിന്നും ദൂരെയാണോ? നമ്മൾ ട്രെയിനിലാണോ പോകുന്നത്? ഇല്ല മമത, ഇപ്പോൾ ഇത്രയും അറിയൂ. ഈ സ്റ്റേഷന്റെ അടുത്താണ് നിന്റെ പുതിയ വീട്. എന്നാൽ വേഗം പോകാം. എന്റെ പുതിയ വീട് കാണാൻ ആകാംക്ഷ തോന്നുന്നു. മമതയ്ക്ക് അപ്പോഴും മനസ്സിലായില്ല. പുതിയ വീട് കണ്ടു കഴിയുമ്പോൾ അവൾ കണ്ണും തള്ളി നിൽക്കുമെന്ന്. സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ മുമ്പുള്ള കാടിന്റെ നടുക്ക് ഒരു റെയിൽവേയുടെ ട്രാക്ക് ഉണ്ടായിരുന്നു. അവിടെ ഒരു പഴയ ബോഗിയും ഉണ്ടായിരുന്നു. ആ ബോഗിയുടെ അടുത്തായി രമേശ് തന്റെ സൈക്കിൾ നിർത്തി. ഇവിടെ ഈ കാടിന്റെ നടുക്ക് ട്രാക്കിന്റെ മുൻപിൽ എന്തിനാ നിർത്തിയത്? ഇല്ല മമത, ഈ ട്രെയിനിന്റെ ബോഗി നീ കാണുന്നില്ലേ? ഇതാണ് നിന്റെ പുതിയ വീട്. ഇത് കേട്ട് മമത ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് ബന്ധുക്കളായി ആരുമില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ വീടുമില്ലേ? ഇതറിയില്ലായിരുന്നു. എന്താ, ഇപ്പോൾ നീ എന്റെ കൂടെ ജീവിക്കില്ലേ മമതേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ട്രെയിനിൽ താമസിക്കാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആദ്യത്തെ പെൺകുട്ടിയായിരിക്കും ഞാൻ. ഇനി കണ്ടോ, ഈ ട്രെയിനിന്റെ ബോഗിയെ ഞാൻ എങ്ങനെ മാറ്റിമറിക്കുമെന്നാൽ ഇതിന് ഒരു കുറവും തന്നെ ഉണ്ടായിരിക്കില്ല. ആഹാ, രമേശ് ചേട്ടൻ കല്യാണത്തിന് മുമ്പ് തന്നെ നന്നായി നോക്കിയിട്ടുണ്ടല്ലോ. ഈ ട്രെയിനിലെ ജീവിതം നല്ല രസമായിരിക്കും. മമത ട്രെയിനിന്റെ ബോഗിയെ തൂത്ത് വൃത്തിയാക്കി നന്നായി നോക്കി. അത് ഒരു വീടിനേക്കാളിലും ഒട്ടും പുറകിലല്ലായിരുന്നു. രമേശ് അകത്തേക്ക് വന്നപ്പോൾ കണ്ട് അമ്പരന്നുപോയി. അങ്ങനെ
അന്ന് അവരുടെ ആദ്യ രാത്രിയായിരുന്നു. അടുത്ത ദിവസവുമായി. മമതേ, ഞാൻ സ്റ്റേഷനിൽ തുണി കഴുകുന്ന ജോലിയാ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം. നീ ശ്രദ്ധിച്ച് ഇരിക്കണേ. ശരി, താങ്കൾ വിഷമിക്കാതെ പോയി ജോലി ചെയ്യൂ. വൈകുന്നേരം കുറച്ച് സംസാരിക്കണമായിരുന്നു. രമേശ് ജോലിക്കായി പോയി. വൈകുന്നേരം ജോലി കഴിഞ്ഞു വന്നപ്പോൾ മമത നേരത്തെ ഭക്ഷണമുണ്ടാക്കിയിരുന്നു. മമതേ, കുറേ മാസങ്ങൾ കഴിഞ്ഞു. ഇങ്ങനെ എന്നെ ആരും നോക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒറ്റയ്ക്ക് ഭക്ഷണമുണ്ടാക്കണം. പിന്നെ അത് തന്നെത്താനെ കഴിച്ചു ഉറങ്ങും. നീ വന്നപ്പോഴാ ഈ ട്രെയിനിനൊരു അനക്കം തന്നെ വന്നത്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും സംസാരിക്കാനായി തുടങ്ങി. താങ്കൾക്ക് എന്താണ് പറ്റിയത്? മമതേ, നീ എൻ്റെ ഭാര്യയാ. നിനക്കെൻ്റെ ജീവിതത്തിലെ എല്ലാം അറിയാൻ അധികാരമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ വയസ്സായ അമ്മയും അച്ഛനോടുമൊപ്പം ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരെയുള്ള ചന്ദൻപൂരിലായിരുന്നു താമസിച്ചിരുന്നത്. ഞങ്ങളുടെ ഒരു ഓലക്കുടിലായിരുന്നു. അവിടെ ഞങ്ങൾ കളിച്ചും ചിരിച്ചും ജീവിച്ചിരുന്നു. അച്ഛൻ കർഷകനായിരുന്നു. പിന്നെ ഞാനും ഒരുപാട് അധ്വാനിച്ച് കുടുംബം നടത്തിയിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ആരോഗ്യം കുറച്ച് അധികം വഷളായി. ഡോക്ടർ പറഞ്ഞു, നോക്കൂ, ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആക്കാൻ. എന്നാൽ താനത് കാര്യമാക്കിയില്ല. ഇപ്പോൾ ക്യാൻസർ 2nd സ്റ്റേജാണ്. വേഗം ഹോസ്പിറ്റലിൽ തന്നെ കിടത്തിയില്ലെങ്കിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഡോക്ടർ സാർ, ഇന്ന് തന്നെ ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കിടത്താം. ഞാൻ 1-2 ദിവസം കൊണ്ട് പൈസ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഫുൾ ഫോർമാലിറ്റീസും ചെയ്തു തീർക്കേണ്ടതുണ്ട്. ആദ്യം ഫീസ് അടയ്ക്കണം. അതിനുശേഷം ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യാം. എപ്പോൾ പൈസ വരുന്നോ തന്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വാ. ഇത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോയി. മോനെ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഒരാളുടെ സമയമായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഭഗവാൻ ഉറപ്പായും വിളിക്കും. അച്ഛൻ വിഷമിക്കാതെ. ഞാൻ മുഖ്യനോട് പോയി എന്തെങ്കിലും സഹായം ചോദിക്കാം. അച്ഛന് ഒന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. അമ്മ അച്ഛനെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ തിരിച്ചു വരാം. മുഖ്യാജി, എൻ്റെ അച്ഛൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. അച്ഛനെ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം. എനിക്കിപ്പോൾ 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. മുനീബ്ജി, നോക്കൂ, ഇവന്റെ മോന്ത കണ്ടാൽ പറയും ജീവിതത്തിൽ ഇവൻ 10 രൂപ പോലും കണ്ടിട്ടില്ലെന്ന്. ഇവൻ 10 ലക്ഷം രൂപ ചോദിക്കുന്നു. അനിയന് ഇതൊക്കെ എങ്ങനെ ചോദിക്കാൻ തോന്നുന്നോ ആവോ. മുഖ്യാജി, താങ്കൾ എൻ്റെ വീടും സ്ഥലവും എല്ലാം പണയത്തിലെടുത്തോളൂ. പക്ഷേ എനിക്കിപ്പോൾ പണം തരൂ. അത്യാവശ്യമായതുകൊണ്ടാ. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയല്ലേ. താങ്കൾക്കും എന്നെ അറിയാമല്ലോ. ഞാൻ എവിടെ ഓടിപ്പോകാനാ? ശരി, ഞാൻ വക്കീൽ സാറിനോട് സംസാരിച്ചിട്ട് നിന്നെ 5 ദിവസം കഴിഞ്ഞ് വിളിക്കാം. 5 ദിവസം കഴിഞ്ഞ് വന്ന് പണം വാങ്ങ്. മുഖ്യാജി, അത്രയും സമയമൊന്നുമില്ല. എനിക്ക് ഈ നിമിഷം തന്നെ അച്ഛനെ അഡ്മിറ്റ് ചെയ്യണം. നോക്ക്, എൻ്റെ വക്കീല് പുറത്താണിപ്പോൾ. അയാൾ വന്നു കഴിഞ്ഞാൽ നിന്റെ സൈൻ വാങ്ങിക്കാം. അപ്പോഴേ പണം തരാൻ പറ്റൂ. വളരെ അത്യാവശ്യമാണെങ്കിൽ വല്ലയിടത്തും മോഷ്ടിക്കാൻ പോ. ഇപ്പോൾ ഇവിടെ നിന്ന് പോ. മുനിംജി, ഈ തെണ്ടിയെ പുറത്താക്ക്. മുഖ്യന്റെ ആൾക്കാർ അവനെ ഉന്തിത്തള്ളി ഇറക്കി വിട്ടു. 5 ദിവസത്തിനു ശേഷം മുനിയും രമേശിനെ വിളിച്ചു. രമേശ് നേരെ മുഖ്യന്റെ വീട്ടിലേക്കും വന്നു. കുറച്ച് പേപ്പർ കൊടുത്ത് അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് പൈസയും കൊണ്ടവൻ തിരിച്ചു വന്നു. അവൻ വേഗം തന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ചെയ്തു. എന്നാൽ സമയം അതിക്രമിച്ചിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ വേഗം അഡ്മിറ്റ് ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങൾ പണം അന്വേഷിച്ച് ഒരുപാട് സമയം കളഞ്ഞു. കൊണ്ടുപോകൂ. അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം അതിന്റെ വിഷമത്തിൽ എൻ്റെ അമ്മയും പോയി. ഞാൻ അവിടെയും ഇവിടെയും തുണിയും കഴുകി വൃത്തിയാക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നു. ആ വീടും എന്നിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ശ്രമം നടന്നു. 1 മാസത്തിന് ശേഷം മുഖ്യൻ അയാളുടെ വക്കീലുമായി വന്നു. അപ്പോഴാണ് മനസ്സിലായത് അവർ രണ്ടുപേരും എൻ്റെ വീടും എൻ്റെ സ്ഥലവും എല്ലാം അയാളുടെ പേരിലാക്കിയെന്ന്. അപ്പോൾ പണത്തിന് നല്ല ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ആ പേപ്പർ ഞാൻ വായിച്ചില്ല. വായിക്കാതെയാണ് ഒപ്പിട്ടത്. രമേശിന്റെ കഥ കേട്ട് മമതയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ വിഷമിക്കണ്ട. വിധിയെ നമുക്ക് തടയാനേ ആകില്ലല്ലോ. പക്ഷേ നമ്മളുടെ ജീവിതം ഇങ്ങനെ ആക്കിയവനെ നമ്മൾ ഉറപ്പായും ശിക്ഷിക്കണം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അങ്ങനെ രമേശും മമതയും സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ തുടങ്ങി. മമത ചായയും സമൂസയും വിൽക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവർ പണം സമ്പാദിക്കാനും തുടങ്ങി. മമതയും രമേശും ട്രെയിൻ വീട്ടിൽ നിന്നും കുറച്ചകലെ റോഡിന്റെ അരികിൽ സമൂസയും ചായയും വിൽക്കുന്ന മരം കൊണ്ടുള്ളൊരു കടയിട്ടു. ഈ റോഡിന്റെ അരികിൽ നിങ്ങൾ കട തുറന്നത് വളരെ നന്നായി. ഇവിടെ അടുത്ത് ദൂരെ പോലും ഒരു കടയില്ല. കുറച്ച് പൈസയ്ക്ക് കഴിക്കാൻ ഇവിടെ ഒരു കടയെങ്കിലും വന്നല്ലോ. അവർ വീണ്ടും ഒരുപാട് പൈസ സമ്പാദിച്ചു. ഒരിക്കൽ അവരുടെ കടയിൽ ആ റോഡിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസ് വന്നു. നിങ്ങളെ ഞാൻ ട്രെയിനിന്റെ ബോഗിയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കെന്താ വീടൊന്നുമില്ലേ? മമതയും രമേശും തങ്ങളുടെ മുഴുവൻ കഥയും പോലീസുകാരനോട് പറഞ്ഞു. കഥ കേട്ടുകഴിഞ്ഞ് പോലീസ് പറഞ്ഞു, അതിന്റെ അർത്ഥം നിങ്ങളുടെ വീടും പറമ്പും ഇപ്പോൾ ആ മുഖ്യന്റെ ആണല്ലേ? അയാൾ നിങ്ങളെ കബളിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ സ്ഥലം തിരിച്ചു വാങ്ങിത്തരാം. പെങ്ങളിതുവരെ മുഖ്യന്റെ വീട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല,
ഞാൻ ആ നാട്ടിലേക്ക് പോയിട്ടേയില്ല. നാളെ നാടകം കളിക്കാൻ എന്റെ കൂടെ പെങ്ങളും അവിടേക്ക് വാ. രമേഷ് ജി ദൂരെ നിൽക്കണം. അടുത്ത ദിവസം പോലീസുകാരൻ മമതയോടൊപ്പം നാട്ടിലെ മുഖ്യന്റെ വീട്ടിലേക്ക് വന്നു. മുഖ്യാജി, ഞാൻ മാഡത്തിന്റെ മാനേജറാണ്. ഞങ്ങൾക്കിവിടെ സോപ്പിന്റെ ഒരു കമ്പനി ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. താങ്കളുടെ പെർമിഷൻ വാങ്ങാൻ വന്നതാ. താങ്കൾ പെർമിഷൻ തന്നാൽ ഞങ്ങൾ 1 കോടി രൂപ തരാം. മാനേജർ, ആ പെർമിഷൻ ലെറ്ററിൽ സൈൻ ചെയ്യിപ്പിക്കൂ. പിന്നെ ഇപ്പോൾ തന്നെ ഇവർക്ക് 1 കോടി രൂപ കൊടുത്തേക്ക്. മുഖ്യന് ആർത്തി മൂത്ത് പേപ്പർ വായിക്കാതെ തന്നെ അതിൽ ഒപ്പിട്ട് കൊടുത്തു. ഒരുപാട് നന്ദിയുണ്ട് മുഖ്യ. എളുപ്പന്ന് പണി കഴിഞ്ഞു. ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡെ. രമേഷ് ജി വരൂ. അപ്പോൾ രമേശും അകത്തേക്ക് വന്നു. ഈ പാവത്തിന്റെ വീടും സ്ഥലവും സൂത്രത്തിൽ നിങ്ങളുടെ പേരിലാക്കി. വിധി നിങ്ങളെപ്പോൾ ചതിച്ചു. ഇന്ന് ഇവരുടെ വീടും പറമ്പും അവർക്ക് തിരിച്ചു കിട്ടി. Thanks for watching.